ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ സെക്ഷൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ഏരിയ കാൽക്കുലേഷൻ? അപ്പോൾ നമ്മൾ ലാൻഡ് സർവേയുടെ പ്രൈമറി ഒബ്ജക്ട്സിൽ ഒന്നാണ് സർവേ ചെയ്ത് ആ പ്ലോട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, അതുപോലെ അവിടെ എർത്ത് വർക്കിൻ്റെ ക്വാണ്ടിറ്റീസ് ഡിറ്റർമൈൻ ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മെയിൻലി നമ്മൾ 3 മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ബൈ കമ്പ്യൂട്ടേഷൻസ് ബേസ്ഡ് ഓൺ ഫീൽഡ് മെഷർമെൻറ്റ്സ്. നമ്മൾ ഫീൽഡിൽ പോയി മെഷർമെൻറ്റ്സ് എടുത്തിട്ട് അത് വെച്ച് ഏരിയ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടേഷൻസ് ബേസ്ഡ് ഓൺ മെഷർമെൻറ്റ്സ് സ്കെയിൽഡ് ഫ്രം എ മാപ്പ് ഉണ്ട്. അതായത് നമ്മൾ ഫീൽഡിൽ പോകാതെ നമുക്കൊരു മാപ്പ് കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാമെന്നാണ് അതിൽ വരുന്നത്. മൂന്നാമത്തത് മെക്കാനിക്കൽ മെത്തേഡാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് വൺ നോക്കാം. നമ്മൾ ഫീൽഡ് മെഷർമെൻറ്റ്സ് എടുത്തിട്ട് എങ്ങനെയൊക്കെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഡിവൈഡിങ് ഏരിയ ഇൻടു എ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ഓക്കെ, നമുക്ക് ഉള്ള ഏരിയനെ നമ്മൾ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് എൻ്റെ ടോട്ടൽ സം എടുത്തിട്ടാണ് നമ്മൾ ആ പ്ലോട്ടിൻ്റെ ഏരിയ ഡിറ്റർമൈൻ ചെയ്യുക. സ്മോൾ വർക്ക്സിനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുക. സെക്കൻഡ് മെത്തേഡ്സ് ബൈ ഓഫ്സെറ്റ്സ് ടു ബേസ് ലൈൻ. നമ്മുടെ കയ്യിലുള്ള ലാൻഡ് എന്ന് പറയുന്നത് നാരോ സ്ട്രിപ്സ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിലാണ് ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നമ്മൾ ബൗണ്ടറിയിൽ നിന്ന് ബേസ് ലൈനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സർവേ ലൈനിലേക്ക് ഓഫ്സെറ്റ്സ് മെഷർ ചെയ്യും. ഈ മെത്തേഡ് വെച്ചിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ 4 റൂൾസാണ് മെയിൻലി യൂസ് ചെയ്യാം. ഫസ്റ്റ് ഇസ് മിഡ് ഓർഡിനേറ്റ് റൂൾ. ഓക്കെ, ഇവിടെ ഓഫ്സെറ്റ്സിന് ഇടയ്ക്കുള്ള ബൗണ്ടറി പോർഷൻസ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുള്ള അസംഷൻ വെച്ചിട്ടാണ് ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ബേസ് ലൈനിലേക്ക് നമ്മൾ ബേസ് ലൈനിൽ കുറേ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഡിവിഷൻ്റെയും മിഡ് പോയിൻറ്റ്സിൽ നിന്നായിരിക്കും നമ്മൾ ഓർഡിനേറ്റ്സ് മെഷർ ചെയ്യുക. ഓക്കെ, ദെൻ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ആ ഓർഡിനേറ്റ്സിൻ്റെ ആവറേജ് വാല്യൂ ഇൻറ്റു ടോട്ടൽ ആ ബേസ് ലൈൻ്റെ ലെങ്ത്ത് എൽ. ഓക്കെ, ദെൻ ഇവിടെ ടോട്ടൽ ബേസ് ലൈൻ ലെങ്ത് ബൈ ആ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കോമൺ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓഫ്സെറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഡി എന്നൊരു വാല്യൂ കിട്ടുന്നത്. സോ ഏരിയ വിൽ ബി ഈക്വൽ ടു സിഗ്മ ഓർഡിനേറ്റ്സ് ഇൻറ്റു ആ കോമൺ ഡിസ്റ്റൻസ് ഡി. ദെൻ സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ ആവറേജ് ഓർഡിനേറ്റ് റൂൾ. ഇവിടെയും സെയിം അസംഷൻ തന്നെയാണ് എടുക്കുന്നത്. ആ ഇടയ്ക്കുള്ള പോർഷൻ സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുള്ള അസംഷൻ തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഓർഡിനേറ്റ്സ് നമ്മൾ മെഷർ ചെയ്യുന്നത് ആ ഡിവൈഡ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സിൽ കൂടെ തന്നെയായിരിക്കും നമ്മൾ ഓർഡിനേറ്റ്സ് മെഷർ ചെയ്യുക. സോ ഇപ്പോൾ ഇവിടെ ഒരു ഏരിയയിൽ ഒരു ചെറിയൊരു വ്യത്യാസം വരും. ഇവിടെ സിഗ്മ ഒ ബൈ n+1 ആയിരിക്കും നമുക്ക് ആ ആവറേജ് ഓർഡിനേറ്റ് വാല്യൂ ആയിട്ട് കിട്ടുന്നത് ഇൻറ്റു ബേസ് ലൈൻ ലെങ്ത്. മൂന്നാമത്തെ റൂള് ട്രപ്പിസോയിഡൽ റൂള്. ഇത് ഫിഗേഴ്സിന് നമ്മൾ ട്രപ്പിസോയിഡ്സ് ആണെന്നുള്ള ഒരു അസംഷനിലാണ് നമ്മളിവിടെ ഈ റൂൾ യൂസ് ചെയ്യുക. ഇത് പ്രീവിയസ് മെത്തേഡ്സിനേക്കാളും കുറച്ചുകൂടെ ആക്യുറേറ്റ് മെത്തേഡാണ്. ഇവിടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. അതായത് എൻഡ് ഓർഡിനേറ്റ്സിൻ്റെ ആവറേജ് പ്ലസ് ഇൻ്റർമീഡിയറ്റ് ഓർഡിനേറ്റ്സിൻ്റെ സമ്മ്, ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ആ കോമൺ ഡിസ്റ്റൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് റൂൾ ഈസ് സിംപ്സൺസ് 1/3 റൂൾ, അല്ലെങ്കിൽ സിംപ്ലി സിംപ്സൺസ് റൂൾ എന്ന് പറയും. ഇവിടെ ഈ ഓർഡിനേറ്റ്സിന് ഇടയ്ക്കുള്ള ആ ബൗണ്ടറിയുടെ ഷോർട്ട് ലെങ്ത് പാരബോളിക് ആർക്ക് ആണെന്നുള്ള അസംഷനിലാണ് നമ്മൾ ഈ റൂൾ യൂസ് ചെയ്യുക. ഇവിടുത്തെ ഏരിയയുടെ ഇക്വേഷൻ ഇതാണ്. അതായത് എൻഡ് ഓർഡിനേറ്റ്സിൻ്റെ സമ്മ് പ്ലസ് 4 ടൈംസ് ഈവൻ ഓർഡിനേറ്റ്സിൻ്റെ സമ്മ് പ്ലസ് 2 ടൈംസ് ഓഡ് ഓർഡിനേറ്റ്സിൻ്റെ സമ്മ്. ഇതിനെ നമ്മൾ ആ കോമൺ ഡിഫറൻസിൻ്റെ 1/3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം ഈ റൂളിൽ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ റൂള് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് ഓടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡും ഇത് തന്നെയാണ്. നെക്സ്റ്റ് മെത്തേഡ്സ് ബൈ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ. അതിൽ ഫസ്റ്റ് വൺ ആണ് ബൈ ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ് മെത്തേഡ്. ഓക്കെ, അപ്പം ഒരു പോയിൻറ്റിൻ്റെ മെറിഡിയൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെഫറൻസ് മെറിഡിയനിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് ആ പോയിൻറ്റിൽ നിന്ന് മെഷർ ചെയ്തെടുക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഏറ്റവും വെസ്റ്റേർലി ആയിട്ടുള്ള സ്റ്റേഷനിലൂടെയാണ് നമ്മൾ റെഫറൻസ് മെറിഡിയൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ലൈൻ BC കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ BCയുടെ മിഡ് പോയിൻറ്റിൽ നിന്ന് ആ റെഫറൻസ് മെറിഡിയനിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് മെഷർ ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെ ആയിരിക്കും മെറിഡിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുക. ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ലൈനിൻ്റെ 2 എൻഡിൽ നിന്നുള്ള മെറിഡിയൽ ഡിസ്റ്റൻസ് എടുത്തിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, അതായത് ബി സിയുടെ ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബിയുടെ മെറിഡിയൻ ഡിസ്റ്റൻസ് പ്ലസ് സിയുടെ മെറിഡിയൻ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ക്ലോസ്ഡ് ട്രാവേഴ്സ് സർവേയിൽ ആ ക്ലോസ്ഡ് ട്രാവേഴ്സിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും നമ്മൾ ഈ മെത്തേഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഈ മെത്തേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഈ മെത്തേഡിന് ഒരു ചെക്ക് പോലെയാണ് നമ്മൾ ഡബിൾ പാരലൽ ഡിസ്റ്റൻസ് മെത്തേഡ് യൂസ് ചെയ്യുക. ഇവിടെ പാരലൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കേസിൽ കണ്ട പോലെ തന്നെ നമ്മൾ റെഫറൻസ് മെറിഡിയനിലേക്ക് നമ്മൾ ആ പോയിന്റിൽ നിന്ന് എടുക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നെയാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫറൻസ് മെറിഡിയൻ പാസ് ചെയ്യുന്നത് ഏറ്റവും സൗതേർലി ആയിട്ടുള്ള സ്റ്റേഷനിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെത്തേഡിലും ഏരിയ കണ്ടുപിടിക്കാൻ സെയിം പ്രിൻസിപ്പിൾസ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ് വെച്ച് കണ്ടുപിടിക്കുന്ന മെത്തേഡിൽ ആ ഒരു ഏരിയയുടെ ഒരു ചെക്ക് പോലെയാണ് നമ്മൾ ഡബിൾ പാരലൽ ഡിസ്റ്റൻസ് മെത്തേഡ് യൂസ് ചെയ്യും. ദെൻ ഫീൽഡ് മെഷർമെൻറ്റ്സ് വെച്ചിട്ട് ചെയ്യുന്നതിൽ ലാസ്റ്റ് ടൈപ്പ് ആണ് ബൈ കോർഡിനേറ്റ്സ്. അതായത് നമുക്ക് 4 സ്റ്റേഷൻസ് ഉണ്ട്. ആ 4 സ്റ്റേഷൻസിൻ്റെയും കോർഡിനേറ്റ്സ് അറിയാം. x1 y1, x2 y2, x3 y3, x4 y4 എന്ന് നമുക്ക് അതിൻ്റെ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ഏരിയ കമ്പ്യൂട്ടഡ് ഫ്രം മാപ്പ് മെഷർമെൻറ്റ്സ്. നമ്മൾ മാപ്പിൽ എന്നാണ് ഈ വാല്യൂസ് മെഷർ ചെയ്ത് എടുക്കുക. അതിൽ ഫസ്റ്റ് വൺ ആണ് ബൈ സബ് ഡിവിഷൻ ഓഫ് ഏരിയ ഇൻറ്റു ജോമെട്രിക് ഫിഗേഴ്സ്. നമ്മുടെ ടോട്ടൽ ഏരിയനെ ട്രയാങ്കിൾസ്, റെക്റ്റാങ്കിൾസ്, സ്ക്വയേഴ്സ്, ട്രപ്പിസോയിഡ്സ് അതുപോലുള്ള കോമൺ ജോമെട്രിക്കൽ ഫിഗേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ മാപ്പിൽ നിന്ന് അതിൻ്റെ ലെങ്ത് മെഷർ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് മെത്തേഡ് ഇസ് സബ് ഡിവിഷൻ ഇൻറ്റു സ്ക്വയേഴ്സ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ട്രേസിംഗ് പേപ്പറിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ക്വയർ മീറ്റേഴ്സിലുള്ള സ്ക്വയേഴ്സ് നമ്മൾ വരയ്ക്കും. എന്നിട്ട് ആ ട്രേസിംഗ് പേപ്പർ നമ്മുടെ മാപ്പിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചിട്ട് ഈ ഏരിയ എൻക്ലോസ് ചെയ്തിട്ടുള്ള സ്ക്വയേഴ്സിൻ്റെ എണ്ണം എടുക്കും. എന്നിട്ട് അതിനെ ഒരു പർട്ടിക്കുലർ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡ് സബ് ഡിവിഷൻ ഇൻറ്റു ട്രപ്പിസോയിഡ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ ട്രേസിംഗ് പേപ്പറിൽ സ്ക്വയേഴ്സ് വരച്ചതുപോലെ നമ്മളിവിടെ ഒരു ട്രേസിംഗ് പേപ്പറിൽ പാരലൽ ലൈൻസ് ആണ് വരയ്ക്കുക. എന്നിട്ട് ആ ഒരു ട്രേസിംഗ് പേപ്പർ നമ്മുടെ മാപ്പിൻ്റെ പുറത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ നമുക്ക് ആ ഏരിയസിനെ നാരോ സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടും. ഓക്കെ, എന്നിട്ട് ആ സ്ട്രിപ്സിനെ നമ്മൾ ട്രപ്പിസോയിഡ്സ് അല്ലെങ്കിൽ ട്രയാങ്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആണ് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം മാപ്പിൽ നിന്ന് മെഷർമെൻറ്റ്സ് എടുത്തിട്ടുള്ള ഏരിയ കാൽക്കുലേഷനും കഴിഞ്ഞു. ഇനി മൂന്നാമത്താണ് മെക്കാനിക്കൽ മെത്തേഡ്. അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് പ്ലാനിമീറ്റർ. ഏത് ഷേപ്പിലുള്ള ഏരിയ ആണെങ്കിലും നല്ല ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് പ്ലാനിമീറ്റർ. ഇതിന് 2 ആംസ് ഉണ്ട്. ആ 2 ആംസും ഒരു പിവോട്ട് പോയിന്റിൽ ഹിഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഒരു ആമിൻ്റെ ഒരു എൻഡിൽ ഒരു ആങ്കർ ഉണ്ടായിരിക്കും. സോ ഇത് ആങ്കർ ആം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു ആമിൻ്റെ എൻഡിലായിട്ട് ഒരു ട്രേസിംഗ് പോയിൻ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് ട്രേസിംഗ് ആം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ട്രേസിംഗ് പോയിൻ്റ് നമ്മുടെ മാപ്പിൻ്റെ ബൗണ്ടറി കൂടെ മൂവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഏരിയ മെഷർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഏരിയ കാൽക്കുലേഷൻ യൂസ് ചെയ്യുന്നത് ഇതിലെ ഏത് മെത്തേഡെന്നാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? സിംപ്സൺസ് റൂളാണ് നമ്മൾ ഏരിയ കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുക. ഓക്കെ, ബൗഡിഷ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവേഴ്സ് സർവേയിൽ ക്ലോസ് ട്രാവേഴ്സിന് ബാലൻസ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചറിൻ്റെ ഒക്കെ കറക്ഷൻ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ബൗഡിഷ് റൂൾ. അതുപോലെ റിയട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിയോഡലൈറ്റ് മെഷർമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിയട്രേഷൻ മെത്തേഡ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ഇനേർഷ്യ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റി ഫോഴ്സ്? ഓക്കെ, ഇത് ആൻസർ ഫ്രോഡ്സ് നമ്പറാണ്. ഓപ്പൺ ചാനൽ ഹൈഡ്രോളിക്സിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോൺ ഡൈമെൻഷണൽ പാരാമീറ്ററാണ് ഫ്രോഡ്സ് നമ്പർ. ഇനേർഷ്യ ഫോഴ്സ്, ഒരു ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ ഇനേർഷ്യ ഫോഴ്സും അതുപോലെ ആ ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ വെയ്റ്റും തമ്മിലുള്ള റേഷ്യോ ആണ് ഫ്രോഡ്സ് നമ്പർ. സോ നമുക്ക് അതിനെ ഇനേർഷ്യ ഫോഴ്സ് ബൈ ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സ്പിൽവേസ്, വെയേഴ്സ്, ചാനൽസ്, റിവേഴ്സ്, അതുപോലെ ഷിപ്പ് ഡിസൈനിലൊക്കെ ഫ്ലോ അനാലിസിസ് നടത്താനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഫ്ലോ സബ് ക്രിട്ടിക്കൽ ആണോ സൂപ്പർ ക്രിട്ടിക്കൽ ആണോ എന്നൊക്കെ അറിയാൻ ഈ ഫ്രോഡ്സ് നമ്പർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫ്രോഡ്സ് നമ്പർ 1 ആണെങ്കിൽ അവിടെ ഫ്ലോ
ക്രിട്ടിക്കലായിട്ടാണ് എടുക്കുക. ഓക്കെ, ഇനി ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം. 2 ഡിഫറെൻറ്റ് ഫ്ലൂയിഡ്സ് തമ്മിലൊരു ഇൻ്റർഫേസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ യൂസ് ചെയ്യുന്ന ഒരു ഡയമെൻഷൻലെസ് നമ്പറാണ് വീപ്പർ നമ്പർ. മൾട്ടി ഫേസ് ഫ്ലോസിലാണ് നമ്മൾ ഈ വീപ്പർ നമ്പർ എസ്പെഷ്യലി യൂസ് ചെയ്യാറുള്ളത്. ഇനേർഷ്യ ഫോഴ്സിൻ്റെ ഇൻ്റർഫേഷ്യൽ ഫോഴ്സിൻ്റെ ഒരു റേഷ്യോ ആയിരിക്കും ഇത്. അപ്പോൾ അതിനെ നമുക്ക് ഇനേർഷ്യ ഫോഴ്സ് ബൈ സർഫസ് ടെൻഷൻ എന്ന് എക്സ്പ്രസ് ചെയ്യും. ദെൻ റിനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സിൻ്റെ വിസ്കസ് ഫോഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തരുന്നൊരു ഡയമെൻഷൻലെസ് പാരാമീറ്റർ ആണ് റിനോൾഡ്സ് നമ്പർ. നമ്മുടെ ഫ്ലോ ടൈപ്പ് എങ്ങനെയാണ്, ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ നമുക്കതിൽ നിന്ന് കിട്ടും. ദെൻ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസിലാണ് നമ്മൾ ഊളേഴ്സ് നമ്പർ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുക. പ്രഷർ ഫോഴ്സിൻ്റെ ഇനേർഷ്യ ഫോഴ്സിൻ്റെ റേഷ്യോ ആണത്. ദെൻ ഒരു വാല്യൂ കൂടെ, ഒരു ഡയമെൻഷൻലെസ് പാരാമീറ്റർ കൂടെ ഓർത്തിരിക്കുക, മാക് നമ്പർ. മാക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൂയിഡ് ഫ്ലോ കംപ്രസിബിലിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു പാരാമീറ്ററാണ്. നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ വെലോസിറ്റിയുടെയും ആ ഫ്ലൂയിഡിലുള്ള സൗണ്ടിൻ്റെ വെലോസിറ്റിയുടെ ഒരു റേഷ്യോ ആണ്. അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇനേർഷ്യ ഫോഴ്സ് ബൈ ഇലാസ്റ്റിക് ഫോഴ്സ് എന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. 3rd question നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് എ ഡംപി ലെവൽ. ഏതൊരു സർവേ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും 2 ടൈപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആവശ്യമായിട്ടുണ്ട്, ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സും പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും. ഈ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഏതൊരു ഇൻസ്ട്രുമെൻറ്റ് സെറ്റിങ്സിലാണെങ്കിലും നമ്മൾ ഒബ്സർവേഷൻ എടുക്കുന്നതിൻ്റെ മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സിനെയാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെവൽ ഒരു ഡംപി ലെവൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിൽ മെയിൻലി 3 ഓപ്പറേഷൻസ് ആണുള്ളത്: സെറ്റിംഗ് അപ്പ്, ലെവലിംഗ് അപ്പ്, എലിമിനേഷൻ ഓഫ് പാരലാക്സ്. ഓക്കെ, അപ്പോൾ സെറ്റിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ആ ട്രിപ്പോടുള്ള ഫിക്സ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനെയാണ് സെറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ലെഗ് അഡ്ജസ്റ്റ്മെൻറ്റ് വഴി അപ്രോക്സിമേറ്റ്ലി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കും. ദെൻ ലെവലിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അപ്രോക്സിമേറ്റ് ആയിട്ട് ലെവൽ ചെയ്ത ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ ഫൂട്ട് സ്ക്രൂസ് യൂസ് ചെയ്തിട്ട് ആക്യുറേറ്റ് ആയിട്ട് ലെവൽ ചെയ്യുന്നൊരു ഓപ്പറേഷനെയാണ് ലെവലിംഗ് അപ്പ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വെർട്ടിക്കൽ ആക്സസിനെ ട്രൂലി വെർട്ടിക്കൽ ആക്കുക എന്നാണ് ഈ ഒരു സ്റ്റെപ്പിൻ്റെ പർപ്പസ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ 3 ലെവലിംഗ് സ്ക്രൂസ് ഉള്ള ഇൻസ്ട്രുമെൻറ്റും ഉണ്ട്, 4 ലെവലിംഗ് സ്ക്രൂസ് ഉള്ള ഇൻസ്ട്രുമെൻസും ഉണ്ട്. ദെൻ 3ാമത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ ഓഫ് പാരലാക്സ്. ഈ പാരലാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റീവിൽ ഫോം ചെയ്യുന്ന ആ ഒരു ഇമേജ് ക്രോസ് ഹെയേഴ്സിൻ്റെ പ്ലെയിനിലല്ലാണ്ട് ഫോം ചെയ്യുവാണെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പാരലാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാരലാക്സ് എലിമിനേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് സൈറ്റിംഗ് ഇമ്പോസിബിൾ ആയിരിക്കും. പാരലാക്സ് എലിമിനേറ്റ് ചെയ്യാൻ മെയിൻലി 2 സ്റ്റെപ്സ് ആണുള്ളത്: ഫോക്കസിങ് ഐ പീസും ഫോക്കസിങ് ഒബ്ജക്റ്റീവ്. അതായത് നമ്മൾ ഐ പീസ് ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ ടെലസ്കോപ്പ് സ്കൈയിലേക്കോ ആകാശത്തേക്കോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിലേക്കോ പോയിൻ്റ് ചെയ്തിട്ട് ഈ ക്രോസ് ഹെയർസ് നല്ല ഷാർപ്പും ഡിസ്റ്റിങ്ക്റ്റും ആയിട്ട് കാണുന്നവരെ നമ്മളിത് ഫോക്കസ് ചെയ്യും, ഐ പീസ് ഫോക്കസ് ചെയ്യും. ദെൻ ഫോക്കസിങ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടെലസ്കോപ്പ് സ്റ്റാഫിലേക്ക് പോയിൻ്റ് ചെയ്തിട്ട് ഫോക്കസിങ് സ്ക്രൂസ് ടേൺ ചെയ്തിട്ട് ഇമേജ് ക്ലിയറും ഷാർപ്പും ആകുന്നവരെ ഫോക്കസ് ചെയ്യുന്നതിനാണ് അതിനെ ഫോക്കസിങ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 സ്റ്റെപ്സും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാരലാക്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താണ്, ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിൽ വരാത്തത് ഏതാണെന്നാണ്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ സെൻറ്ററിങ് ആണ്. ദെൻ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എല്ലാ എസെൻഷ്യൽ പാർട്സും അതിൻ്റെ ട്രൂ പൊസിഷനിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതായത് ഇൻസ്ട്രുമെൻറ്റ്സിൽ ചില പാർട്സും ലൈൻസും ഒക്കെ തമ്മിലും കുറേ ഫണ്ടമെൻ്റൽ റിലേഷൻസ് ഉണ്ട്. ഓക്കെ, ആ റിലേഷൻസ് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാറ്. 4th question നോക്കാം. The ratio of stress to the corresponding strain is a constant within the elastic limit. Which among the following is a above constant? Okay. അപ്പോൾ നമ്മളൊരു ബോഡിയിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അത് ഡീഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഡീഫോമേഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഡീഫോമേഷന് എതിരായിട്ട് ആ ബോഡിക്കുള്ളിൽ തന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഡീഫോമേഷൻ കൂടുന്തോറും ഈ റെസിസ്റ്റൻസും കൂടി വരും. അത് ലാസ്റ്റ് ഫ്രാക്ചർ ആവുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പം റോബർട്ട് ഹുക്കാണ് ഡിസ്കവർ ചെയ്തത്
ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിൽ ഈ സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അതായത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ആ റേഷ്യോ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെയാണ് മോഡുലസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ വാല്യൂ പല മെറ്റീരിയൽസിനും പല സ്ട്രെസ്സസിൽ പലതായിരിക്കും. ഓക്കെ, അതായത് ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ്സിൽ നമ്മളിതിനെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്നാണ് വിളിക്കുന്നത്. ഷിയറിൻ്റെ കേസിലാണെങ്കിൽ അതിനെ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്നാണ് വിളിക്കുന്നത്. അതുപോലെ വോളിമെട്രിക് ഡിസ്റ്റോർഷൻ സംഭവിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒരു കോൺസ്റ്റൻറ്റിനെ ബൾക്ക് മോഡുലസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് ആ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ പേരെന്താണെന്നാണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ആ കോൺസ്റ്റൻറ്റിൻ്റെ വിളിക്കാവുന്ന പേരുകൾ തന്നെയാണ്. സോ ആൻസർ ഇസ് ഓൾ ദി എബോവ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വാട്ട് ഇസ് മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ റിക്വയർഡ്? ഓക്കെ, അപ്പം IS 456/2000 ക്ലോസ് 26 എന്ന് പറഞ്ഞാൽ റീൻഫോഴ്സ്മെൻറ്റിൻ്റെയും ഡീറ്റെയിലിങ്ങുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ സ്ട്രക്ചറൽ മെമ്പേഴ്സിലുള്ള റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യമാണ് നമ്മൾ 26.5 പറയുന്നത്. ഇപ്പോൾ ഈ 26.5.1.1 ക്ലോസിൽ റീൻഫോഴ്സ്മെൻറ്റ്, അതായത് ലോങ്റ്റിറ്റ്യൂഡിനലും ടെൻഷൻ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ മിനിമം ഏരിയയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. A is equal to 0.85 FI into PT. ഓക്കെ, ഇതിൽ FI എന്ന് പറഞ്ഞാൽ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. B എന്ന് പറഞ്ഞാൽ ബീമിൻ്റെ ബ്രെഡ്ത്തും അതുപോലെ D ബീമിൻ്റെ എഫക്റ്റീവ് ഡെപ്തുമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റനിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഇസ് 85/FY പെർസെൻറ്റേജ് ഓഫ് ഏരിയ. ഇതിന് സെയിം ക്ലോസിൽ തന്നെ മാക്സിമം ഏരിയ ഓഫ് റീൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കംപ്രഷൻ്റെ കേസിലും ടെൻഷൻ്റെ കേസിലും അത് 0.04 PDയേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല. അതായത് 4% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയനെ എക്സീഡ് ചെയ്യാൻ പാടില്ല മാക്സിമം റീൻഫോഴ്സ്മെൻറ്റ്. അതുകൂടെ ഒന്ന് ഓർത്തിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹാഫ് ബ്രിക്ക് വാൾ? ഒരു ഫുൾ ബ്രിക്ക് വാൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുൾ ബ്രിക്കിൻ്റെ ലെങ്ത് ആ വാൾ തിക്നെസ് ആയിട്ട് വരുവാണെങ്കിൽ അതിനെയാണ് ഒരു ഫുൾ ബ്രിക്ക് വാൾ എന്ന് പറയുക. ഓക്കെ, ഇനി ഹാഫ് ബ്രിക്ക് വാൾ എന്ന് പറയുമ്പോൾ ഒരു ബ്രിക്കിൻ്റെ ഹാഫ് തിക്നെസ്, അതായത് ഒരു ബ്രിക്കിൻ്റെ വിത്തിൻ്റെ തിക്നെസ് ഒക്കെ ആ വാളിൽ കാണത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ഫുൾ ബ്രിക്ക് വാളും ഹാഫ് ബ്രിക്ക് വാളും. അപ്പോൾ ഒരു ഫുൾ ബ്രിക്ക് വാളിനാണെങ്കിൽ നമുക്ക് അതിൻ്റെ വാളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഹെഡേഴ്സിനെ ആയിരിക്കും, അതായത് ഹെഡർ ബോണ്ടായിരിക്കും ഫുൾ ബ്രിക്ക് വാളിന് യൂസ് ചെയ്യുക. ഹാഫ് ബ്രിക്ക് വാളിനാണെങ്കിൽ നമുക്ക് വാളിൽ കാണാൻ പറ്റുന്നത് സ്ട്രെച്ചേഴ്സിനെ ആയിരിക്കും, അതായത് സ്ട്രെച്ചർ ബോണ്ടാണ് നമ്മൾ ഹാഫ് ബ്രിക്ക് വാളിന് യൂസ് ചെയ്യുക. ഈ കാര്യങ്ങൾ കൂടെ അല്ലാതെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, അതായത് നമ്മൾ ഫ്ലെമിഷ് ബോണ്ടിൻ്റെ കേസിൽ ഒരു ഫ്ലെമിഷ് ബോണ്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ മിനിമം 1.5 തിക്നെസ് എങ്കിലും ഉള്ളൊരു വാളായിരിക്കണം. എങ്കിലേ നമുക്ക് ഫ്ലെമിഷ് ബോണ്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് ഹാഫ് ബ്രിക്ക് വാളിൻ്റെ കേസാണ്. ഹാഫ് ബ്രിക്ക് വാളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സ്ട്രെച്ചേഴ്സിനെയാണ്, അതായത് നമുക്കൊരു സ്ട്രെച്ചർ ബോണ്ടാണ് ഹാഫ് ബ്രിക്ക് വാളിൽ യൂസ് ചെയ്യുക. 7th ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ ദ ക്രിപ്ലിംഗ് ലോഡ് ഓഫ് എ സോളിഡ് റൗണ്ട് ബാർ ഓഫ് ലെങ്ത് 3.14 meter used as a struct with both ends hinged, whose moment of inertia of cross section is 30 × 10⁴ Newton/mm² and Young's modulus is 2 × 10⁵ Newton/mm². ഓക്കെ, അപ്പം ആക്സിയൽ കംപ്രസീവ് ഫോഴ്സ് എടുക്കുന്നൊരു സ്ട്രക്ചർ മെമ്പറിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ സ്ട്രക്ചർ ഹൊറിസോണ്ടൽ ആവാം, ഇൻക്ലൈൻഡ് ആവാം, വെർട്ടിക്കൽ ആവാം. ഓക്കെ, അങ്ങനെയുള്ളൊരു വെർട്ടിക്കൽ സ്ട്രക്ചറിനെയാണ് കോളം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു കോളത്തിൽ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബക്ലിംഗ് ഉണ്ടാകുന്ന മാക്സിമം ലോഡിനെയാണ് നമ്മൾ ബക്ലിംഗ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് എന്ന് വിളിക്കുക. സോ അപ്പോൾ ആ ഒരു വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഫോർമുലയാണ് ഊളേഴ്സ് ഫോർമുല. ക്രിപ്ലിംഗ് ലോഡ് PC = π² EI/LE². ഓക്കെ, ഇതിലെ ക്യാപിറ്റൽ E എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. I എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. LE എന്ന് പറഞ്ഞാൽ കോളത്തിൻ്റെ എഫക്റ്റീവ് ലെങ്ത് ആണ്. ഈ എഫക്റ്റീവ് ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ കോളത്തിൻ്റെ
അല്ലെങ്കിൽ സ്ട്രക്റ്റിൻ്റെ എൻഡ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ അപ്പം ഡിഫറെൻറ്റ് എൻഡ് കണ്ടീഷൻ വരുമ്പോൾ എല്ലിയുടെ വാല്യൂ എന്താണ് എടുക്കേണ്ടതെന്നുള്ളത് ഒരു ടേബിളാണിത്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് ആയിട്ടുള്ളൊരു കേസാണ്. സോ അപ്പം എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ദാറ്റ് കോളം. നമുക്ക് ഈ വാല്യൂസ്, അതായത് ഈ നമുക്ക് 2 × 10⁵ എന്ന് തന്നിട്ടുണ്ട്, ഐ നമുക്ക് 30 × 10⁴ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 60 × 10⁵ ന്യൂട്ടൺ എന്നാണ് കിട്ടുക. 8th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് കോൾഡ് ദ ലൈൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഇൻ്റർസെക്ഷൻ ഓഫ് 2 റൂഫ് സർഫസ് ഫോംസ് ആൻ എക്സ്റ്റേണൽ ആംഗിൾ ലെസ് ദാൻ 180 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ അപ്പർ മോസ്റ്റ് പാർട്ടായിട്ട് കൊടുക്കുന്നൊരു സ്ട്രക്ചറൽ കവറിങ് ആണ് റൂഫ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വെതർ എന്നത് റെയിന് സൺ വിൻഡിൽ നിന്നൊക്കെ ബിൽഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടായിരിക്കും നമ്മളത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ റൂഫ് തന്നെ ഫ്ലാറ്റ് റൂഫുണ്ട്, സ്ലോപ്പിംഗ് അല്ലെങ്കിൽ പിച്ച് റൂഫുണ്ട്, അതുപോലെ കേർഡ് റൂഫും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് 2 റൂഫ് സർഫസ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ലൈനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹിപ്പും വാലിയും സ്ലോപ്പിംഗ് സർഫസസ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് ഏതാണെന്ന് പറഞ്ഞാൽ 2 സർഫസസ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് ഒരു റിഡ്ജാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഹിപ്പ് എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഹിപ്പിൻ്റെ നേരെ റിവേഴ്സാണ് വാലി. അതായത് 2 സർഫസ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു ലൈനിൽ അവിടെ എക്സ്റ്റേണൽ ആംഗിൾ 180 ഡിഗ്രിയേക്കാളും കുറവാണെങ്കിൽ അതിനെയാണ് വാലി എന്ന് വിളിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നതാണ് എക്സ്റ്റേണൽ ആംഗിൾ ലെസ് ദാൻ 180 ആകുന്ന കേസിൽ അതിനെ നമ്മളൊരു വാലി എന്നാണ് വിളിക്കുക. ഇനി റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ലോപ്പിംഗ് റൂഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അപ്പെക്സ് ലൈൻ അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് മോസ്റ്റ് ലൈനെയാണ് റിഡ്ജ് എന്ന് വിളിക്കുക. ഇനി ഈവ്സ് എന്ന് പറഞ്ഞാൽ ആ ഇൻക്ലൈൻ റൂഫ് സർഫസിൻ്റെ ലോവർ എഡ്ജാണ് ഈവ്സ് എന്ന് വിളിക്കാം. അതായത് നമ്മുടെ റെയിൻ വാട്ടറൊക്കെ വന്ന് വീണിട്ട് അത് ഡ്രോപ്സ് ആയിട്ട് താഴത്തേക്ക് വീഴുന്നത് ഈ ഒരു ഈവ്സിൽ വന്നിട്ടായിരിക്കും. 9th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇസ് എ ഫ്ലോ ഹൂസ് സ്ട്രീം ലൈൻസ് മേ ബി റെപ്രസെൻറ്റഡ് ബൈ എ കർവ്. ഇപ്പോൾ സ്ട്രീം ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൂയിഡിൽ വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ്. ആ ലൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ലൈനിൽ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ആ പോയിന്റിലുള്ള ടാൻജൻറ്റ് ആ ഫ്ലൂയിഡിൻ്റെ ആ ഒരു പോയിന്റിലുള്ള മോഷൻ്റെ ഡയറക്ഷൻ ആയിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ സ്ട്രീം ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പാർട്ടിക്കിൾസിൻ്റെ മോഷൻ്റെ ഡയറക്ഷൻ നമുക്ക് ഒരേ സമയത്ത് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1 ഡയമെൻഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ലൈൻ യൂസ് ചെയ്തിട്ടായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലൂയിഡിൻ്റെ കേസിൽ നമുക്ക് മാത്തമാറ്റിക്കൽ ലൈൻസിനെ പോലെ തന്നെ ഒരു ഡയമെൻഷനിൽ മാത്രമേ, ഒരു പ്ലെയിനിൽ മാത്രമേ മോഷൻ കാണത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ 2 ഡയമെൻഷണൽ ഫ്ലോ ആണെങ്കിൽ അതിനെ കർവ് യൂസ് ചെയ്തിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അവിടെ 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസിൽ മോഷൻ ഉണ്ടായിരിക്കും. 3 ഡയമെൻഷണൽ ഫ്ലോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക സ്പേസ് ആണ്. അവിടെ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസിൽ മോഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൽ ചോദിച്ചേക്കുന്നത് കർവ് യൂസ് ചെയ്തിട്ട് സ്ട്രീം ലൈൻസ് കാണിക്കുന്നത് ഏത് ഫ്ലോയുടെ കേസിലാണെന്നാണ്. നമ്മളത് കർവായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക 2 ഡയമെൻഷണൽ ഫ്ലോയിനെയാണ്. 10th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ ഫ്ലോ കോൾഡ് ഇഫ് ദ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ എ ചാനൽ ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജിൽ നമുക്ക് എനർജി മിനിമം ആക്കുന്ന ഫ്ലോ ഡെപ്തിനെയാണ് ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ചാനൽ എന്ന് പറയുന്നത്. ഈ ക്രിട്ടിക്കൽ ഡെപ്തും നോർമൽ ഡെപ്തും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ചാനലിലെ ഫ്ലോ ടൈപ്പ് ഏതാണെന്ന് പറയുക. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ഡെപ്തിനെ ബേസ് ചെയ്തിട്ട് മെയിൻലി 3 ടൈപ്പായിട്ടാണ് ഫ്ലോനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഷൂട്ടിംഗ് അല്ലെങ്കിൽ ട്രാൻക്വിൽ ഫ്ലോ. ഓക്കെ, അത് വാട്ടർ ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കൂടുതലാണെങ്കിലാണ് നമ്മൾ സ്ട്രീമിംഗ് ഫ്ലോ എന്ന് പറയുക. ഇനി വാട്ടർ ഡെപ്ത് ക്രിട്ടിക്കൽ ഫ്ലോയോട് ഈക്വൽ ആണെങ്കിൽ അതിനെ ഒരു ക്രിട്ടിക്കൽ ഫ്ലോ എന്നാണ് പറയുക. തേർഡ് കേസാണ് ഷൂട്ടിംഗ് ഫ്ലോ അല്ലെങ്കിൽ ടൊറൻഷ്യൽ ഫ്ലോ. അതായത് നമ്മുടെ ചാനലിലെ വാട്ടർ ഡെപ്ത് ക്രിട്ടിക്കൽ ഫ്ലോയേക്കാളും കുറവാണെങ്കിലാണ് ഷൂട്ടിംഗ് ഫ്ലോ എന്ന് പറയുന്നത്. ഈ ഷൂട്ടിംഗ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു അൺസ്റ്റേബിൾ ടൈപ്പ് ഫ്ലോ ആണ്. സ്ട്രീമിംഗ് ഫ്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ടൈപ്പ് ഫ്ലോ ആണ്. നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചേക്കുന്നത് വാട്ടർ ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെന്താ പറയുന്നതെന്നാണ്. ആൻസർ ഇസ് സ്ട്രീമിംഗ് ഫ്ലോ. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട്സോ കറക്ഷൻസോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. വീഡിയോ
നല്ലതാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.